പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. സ്പീക്കർ ഓം ബിർള കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ വാക്കുകളാണിത്. 4 Stars of Destiny എന്ന് പേരിട്ടിരിക്കുന്ന ജനറൽ നരവാനെയുടെ പുസ്തകം ലോക്സഭയ്ക്കുള്ളിൽ വിവാദം തീർക്കുമ്പോഴാണ് ഈ ചോദ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരെ സ്പീക്കർ ഉയർത്തിവിട്ടത്. എന്നാൽ ഇതിനും അപ്പുറമുള്ള കാഴ്ചകൾ കണ്ടു വളർന്ന ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനായ രാഹുൽ ഗാന്ധിക്ക് സ്പീക്കർ തീർത്ത പ്രതിരോധമെല്ലാം വെറും പുല്ലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ സഭയ്ക്കുള്ളിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. ഭരണപക്ഷവും മോദിയും ഒരുപോലെ ഭയപ്പെടുന്ന 4 Stars of Destiny എന്ന ബുക്കുമായിട്ടാണ് രാഹുൽ ഗാന്ധി സഭയ്ക്കുള്ളിലെത്തിയത്. പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ പുസ്തകം നെഞ്ചിൽ ചേർത്ത് രാഹുൽ ഗാന്ധി സഭയിലെത്തിയപ്പോൾ ചെകുത്താൻ കുരിശ് കണ്ട അവസ്ഥയിലാണ് ഭരണപക്ഷം നിന്നത്. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവാനെയുടെ പുസ്തകം എന്തുകൊണ്ട് ഇത്രയും വിവാദമായി? 2020 ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങൾ, കിഴക്കൻ ലഡാക്കിലെ സൈനിക നടപടികൾ, സർക്കാരും സൈന്യവും തമ്മിലുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയ, തന്ത്രപരമായ ചിന്ത എന്നിവ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സൈനിക അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്. ചൈനയുമായുള്ള ഏറ്റുമുട്ടലിനിടെ സ്ഥിതിഗതികൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തതുപോലെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ 2023 ഡിസംബറിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ദേശീയ സുരക്ഷയുമായും തന്ത്രപരമായ തീരുമാനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ഈ ഭാഗങ്ങൾ പുസ്തകത്തെ സെൻസിറ്റീവ് ആക്കുന്നുണ്ട്. ഇതാണ് മോദിയെ ഭയപ്പെടുത്തുന്നത്. 1954 സൈനിക നിയമങ്ങളിലെ സെക്ഷൻ 21 പ്രകാരം സേവന വിഷയങ്ങളെക്കുറിച്ചോ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു മെറ്റീരിയലും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചുവെന്നാണ് ഭരണപക്ഷം പറയുന്നത്. സൈനിക സംബന്ധിയായ ഒരു വിവരവും നേരിട്ടോ അല്ലാതെയോ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല എന്നും പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അത്തരമൊരു പുസ്തകമോ ലേഖനമോ പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇവിടെ സേവന വിവരങ്ങളിൽ സായുധ സേനയുടെ തന്ത്രം, നയം, പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൈന്യത്തിനും സർക്കാരിനും ഇടയിലുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ന്യായം. അതിനാൽ പുസ്തകത്തിന്റെ പ്രകാശനം 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. കാരണം പ്രസാധകർ ആദ്യം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ പ്രസിദ്ധീകരണത്തിനുള്ള അനുമതി തേടിയിരുന്നു. എന്നിരുന്നാലും അവലോകന പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ്. അനുമതി ലഭിച്ചിട്ടില്ല. പുസ്തകം പുറത്തിറങ്ങിയിട്ടുമില്ല. അതിനാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടാതെ തുടരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. ലോക്സഭയിൽ സംസാരിക്കവേ ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങളെ രാഹുൽ ഗാന്ധി ഈ പുസ്തകം ചൂണ്ടിക്കാട്ടിയാണ് വെല്ലുവിളിച്ചത്. മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തിൽ ഔദ്യോഗിക പതിപ്പുമായി വൈരുദ്ധ്യമുള്ള വസ്തുതകൾ അടങ്ങിയിട്ടുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ രാഹുൽ ശ്രമിച്ചപ്പോഴാണ് സ്പീക്കർ തടഞ്ഞത്. ഇത് വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു. പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകമോ സ്ഥിരീകരിക്കാത്ത ഉറവിടമോ പാർലമെന്ററി രേഖയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഭരണകക്ഷി എതിർക്കുമ്പോഴാണ് രാഹുൽ അതേ പുസ്തകവുമായി സഭയിൽ പറന്നിറങ്ങിയത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ചോ അനുബന്ധ ലേഖനത്തെക്കുറിച്ചോ രാഹുൽ ഗാന്ധി ഒരു പരാമർശവും നടത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള വിധിച്ചു. ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നിർത്തിവെച്ചു. ലോക്സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ നരവാനെയുടെ പുസ്തകത്തിലേക്ക് മാറി. രാഹുൽ അത് പരാമർശിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചു. എന്നിരുന്നാലും നടപടികൾ നടത്തിക്കൊണ്ടിരുന്ന ജഗദാംബിക പാൽ രാഹുലിനെ തടഞ്ഞു. ഈ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് സംസാരിക്കരുതെന്ന് സ്പീക്കർ വിലക്കിയ ഇടത്തേക്ക് തന്നെ അതേ പുസ്തകവുമായി രാഹുൽ ഗാന്ധി പറന്നിറങ്ങിയത്. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. यार मेरे को तो यस सर you are about to speak some comment what was the point you are ये पता नहीं ये बीच में जी जी सर बात है ये बोलो यार सॉरी ये सरकार कह रही है कि किताब है ही नहीं. Speaker has said that this book does not exist. भाई मेरे एक हाथ फंसा है. Government has said this book does not exist. Rajnath Singh ji has said this book does not exist. Every youngster in India should see that this book exists. This is Mr. Naravane's book. नारावने जी की किताब है. इसमें उन्होंने पूरा अकाउंट लिखा है. जो लद्दाख का जो अकाउंट था और मुझे कहा गया है और मुझे कहा गया है कि मैं इस बुक को कोट नहीं कर सकता हूं, बट यहाँ पे पूरा लिखा है. यहाँ पे मेन लाइन है जो प्रधानमंत्री ने कही, जो उचित समझो वो करो. राइट? जब चीफ ऑफ आर्मी स्टाफ जनरल नारावाने ने राजनाथ सिंह जी को फोन किया और कहा कि देखिए कैलाश रिज पर चाइनीज टैंक्स आ गए हैं, हमारी टेरिटरी है, कैलाश रिज पर चाइनीज टैंक्स आ गई हैं, हमें क्या करना है. पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं दिया.
उन्होंने जयशंकर जी से पूछा, NSA से पूछा, राजनाथ सिंह जी से पूछा, कोई रिप्लाई नहीं आया। फिर उन्होंने राजनाथ सिंह जी को फोन किया। राजनाथ सिंह जी ने कहा कि मैं टॉप से पूछता हूं। राइट, ऑर्डर था, स्टैंडिंग ऑर्डर था टॉप का कि अगर चाइनीज फोर्सेस अंदर आएंगी तो उन पे बिना हमारे पूछे फायर नहीं करना है। नरवणे जी और हमारी जो आर्मी थी, जो सेना थी, वो उन टैंक्स पर फायर करना चाहती थी क्योंकि वो टैंक्स हमारी टेरिटरी में आ गई थी। नरेंद्र मोदी जी ने मैसेज दिया कि देखिए, जो उचित समझो वो करो। मतलब नरेंद्र मोदी जी ने अपनी जिम्मेदारी पूरी नहीं की। उन्होंने आर्मी चीफ से कहा कि देखो भैया, आपको जो करना है करो, मेरी बस की नहीं है। और आर्मी चीफ ने साफ, नरवणे जी ने साफ लिखा है इसमें, आई फेल्ट रियली अलोन, मैं बिल्कुल अकेला था, आई वॉज अबैंडन्ड बाय द एंटायर एस्टेब्लिशमेंट। दिस इज वॉट दे आर स्केर्ड of me saying राहुल जी, पीएम को क्या करना चाहिए था? I don't think PM will have the guts to come to the Lok Sabha today. Because if he comes, I'm going to give him this book. So if PM comes, I will go physically and hand him this book, so he can read it. And उनको पता लग जाए कि उनकी सच्चाई क्या है, देश को पता लग जाए। Thank you. This side. Sir.